കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ദൈവകൃപയെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ്. കേവലം ഇതൊരു പഠന വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിന് പ്രാപിക്കുവാനുള്ള, തത്സമയത്തെ സഹായിക്കാനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് എന്ന വാക്യം എബ്രായ ലേഖനം 4:16 കാണുന്നു. കൃപ ഒരിക്കലും ഒരു പ്രസംഗ വിഷയമല്ല, അതിനേക്കാളപ്പുറം അതൊരു ജീവിതമാണ്. അത് ജയാളിയുടെ ജീവിതാനുഭവമാണ്. നമ്മുടെ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തെ കൃപയുടെ ജീവിതം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. കാരണം നാം ഇതിനൊന്നും അർഹരല്ലായിരുന്നു. അർഹത കൊണ്ട് നേടിയതല്ല, കഴിവുകൊണ്ട് സമ്പാദിച്ചതല്ല, യോഗ്യതകൾ കൊണ്ട് ലഭിച്ച ദാനവുമല്ല. ഇതെല്ലാം നാം പറയുന്ന പോലെ, വിശ്വസിക്കുന്ന പോലെ കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായിട്ടില്ല. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്രേ. പൗലോസിന് എപ്പോഴും പ്രശംസിക്കാനുള്ളത് ക്രിസ്തുവിലും ക്രൂശിലും ഈ കൃപയിലുമായിരുന്നു. പ്രിയമുള്ളവരെ, ബലഹീനതയിലും അപ്പോസ്തലൻ പ്രശംസിച്ചു. കാരണം ഈ ബലഹീനതയിലാണ് ദൈവകൃപ തന്നിന്മേൽ ധാരാളമായി ആവസിച്ചു. നാം 2 കൊരിന്ത്യർ ലേഖനം 12 അധ്യായത്തിൽ തന്നെ കുത്തേണ്ടതിന് സാത്താന്റെ ദൂതൻ നിരന്തരമായി തനിക്കെതിരെ പോരാടുന്നു എന്ന് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അത് തന്നെ വിട്ട് നീങ്ങി പോകേണ്ടതിന് താൻ അപേക്ഷിച്ചു. ഞാൻ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഡയറക്റ്റ് ഒരു മറുപടി ലഭിച്ചിട്ടില്ല. എന്നാൽ മറുപടി, അതിന്റെ ഉത്തരം ഒരിക്കലും ഡിലേ ചെയ്തിട്ടില്ല. തന്റെ റിക്വസ്റ്റ് കർത്താവ് ഡിലേ ചെയ്തതുമില്ല. പക്ഷേ പ്രാർത്ഥനയുടെ മറുപടി താൻ ആഗ്രഹിക്കുന്ന പോലല്ല ലഭിച്ചത്. തന്റെ ശരീരത്തെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ദണ്ഡിപ്പിക്കുവാനോ, തന്നെ ശാരീരികമോ മാനസികമോ ഒക്കെ ക്ഷീണിപ്പിക്കുവാൻ നിൽക്കുന്ന എന്തോ ഒരു സ്വാധീനം, ശക്തി താൻ തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്രകാരം ദൈവജനൻ തന്നെ പറയുന്നു: സാത്താന്റെ ദൂതൻ തന്നെ കുത്തുന്നു, അത് വിട്ട് നീങ്ങി പോകേണ്ടതിന്. മുള്ളു കുത്തുന്നത് പോലെ അസഹനീയമായ വേദന, തന്റെ ശരീരം ഇപ്രകാരമുള്ള അതികഠിനമായ വേദനയിൽ തനിക്ക് നിൽക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ താൻ വളരെ ബുദ്ധിമുട്ടുന്നു. പ്രിയമുള്ളവരെ, എന്താണ് കർത്താവിന്റെ മറുപടി? ഞാൻ സാത്താന്റെ ദൂതനെ നീക്കിയിരിക്കുന്നു, മുള്ളു മാറ്റിയിരിക്കുന്നു. ഇനി മുതൽ നിന്റെ ശരീരത്തിൽ അപ്രകാരം ഒരു ദണ്ഡനം, സാത്താന്റെ ഒരു ആക്രമണം, ഒരു കുത്ത് ഉണ്ടാകില്ല എന്നാണോ മറുപടി? അത് അവിടെ തന്നെയുണ്ട്, അത് നീങ്ങിപ്പോയില്ല. പക്ഷേ ഇനിയും സാത്താൻ കുത്തിയാൽ അത് കുന്നുകൊണ്ടോ മുള്ളുകൊണ്ടോ എന്തുകൊണ്ടാണെങ്കിലും അതിന്റെ വേദന തോന്നാതിരിക്കത്തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? കൃപ വർദ്ധിപ്പിച്ചു, കൃപ കൂട്ടിക്കൊടുത്തു. കൃപ കൂടുന്തോറും ഇപ്പോൾ ഈ വേദന തനിക്ക് ഒരു ഭാരമായി തീരാതെ, അസഹനീയമായ ഒരു ജീവിതാവസ്ഥയിൽ താൻ എത്തിച്ചേരാറുണ്ട്. വേദനകളുടെ മീതെ, ഈ കുത്തിന്റെ മീതെ, സാത്താന്റെ ഈ പോരാട്ടത്തിന് മീതെ, തന്നോട് എതിർക്കുന്ന വിഷയത്തിന് മീതെ താനിപ്പോൾ ആയിരിക്കുന്നത്, നിലനിൽക്കുന്നത് കൃപയാലാണ്. കൃപ വർദ്ധിപ്പിച്ചപ്പോൾ വേദന കുറഞ്ഞു. പ്രിയരെ, ഈ കൃപ നമ്മുടെ ലൈഫിൽ വർദ്ധിച്ചു പെരുകുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുവാനുള്ള, കർത്താവിനെ ശുശ്രൂഷിക്കുവാനുള്ള ഭാരം കുറയും. ഇത് ഭാരത്തോടെ നാം ചെയ്താൽ ഒരിക്കലും ദൈവസ്നേഹത്തിന്റെ ശുശ്രൂഷയാകത്തില്ല. അതൊക്കെ മൂത്ത മകൻ ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പിതാവിനോട് പറഞ്ഞ പോലെ ഇരിക്കും. ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു എന്നാ പറഞ്ഞത്, സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്. സ്നേഹമില്ലാതെ നമുക്ക് സേവനങ്ങൾ ചെയ്യാം. അത് ജഡത്തിൽ നിന്ന്, സ്വന്തം താല്പര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ തനിക്ക് മാനുഷ്യമായി ചെയ്തു തീർക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും ചെയ്യുന്നവരെ പോലെ. മൂത്ത മകനും അതുപോലാണ് ഈ പിതാവിനോട് പറയുന്നത്: ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിച്ചിട്ടു. പക്ഷെ വീട് വിട്ടുപോയ ഇളയ മകൻ ഇപ്പോൾ ആ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ഇനി അവിടുന്ന് ഒന്നും ലഭിക്കുവാനല്ല, തനിക്ക് അതിനുള്ള അർഹതയില്ല, യോഗ്യതയില്ല, തനിക്കിനി ഉള്ളതെല്ലാം അവഗണനയും, അപ്പോൾ തന്നെ സ്വീകരിക്കുമെന്നുള്ള ഒരു മാനുഷ്യമായ ഭയമൊക്കെ തന്നെ വേട്ടയാടുമ്പോഴും തനിക്ക് വരുവാൻ തന്റെ കാലുകളെ ഈ വേഗത കൂട്ടുന്നത് തനിക്കൊരു പിതാവോടുണ്ട്. ഇപ്പോഴും അപ്പാന്ന് വിളിച്ചാൽ, അപ്പച്ചാന്ന് വിളിച്ചാൽ മറുപടി പറയുന്നത് അവിടുത്തെ കൂലിക്കാരും ദാസന്മാരും അല്ല, ആ പിതാവിന് മാത്രമേ മറുപടി പറയാൻ കഴിയത്തുള്ളൂ. ഈ യജമാനനായ ഈ ഇളയ മകന്റെ പിതാവ് ബാക്കിയുള്ള കൂലിക്കാരിൽ നിന്ന് അഭിസംബോധന ചെയ്ത് കേൾക്കുന്നത് സാറേന്നോ യജമാനെന്നോ അല്ലെങ്കിൽ പ്രഭു എന്നൊക്കെയാണ് അവര് ഈ പിതാവിനെ വിളിക്കുന്നത്. അവരാരും ഈ പിതാവിനെ അപ്പാന്ന് വിളിക്കാറില്ല. പക്ഷെ എത്ര ദൂരെ പോകണമെങ്കിൽ ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ വിളിച്ചത് അപ്പാന്ന്. ഈ പിതാവിന് വിളി കേട്ടേ പറ്റും, വേറെ ആർക്കും പ്രതികരിക്കാൻ കഴിയത്തില്ല. പക്ഷെ മൂത്ത മകൻ എന്ത് ചെയ്തു? പരാതി കൊണ്ട് ആ വീട് നിറച്ചു. അവൻ ഇപ്പോഴും പറയുന്നത് തന്നിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെയും പരിഭവം അതൊക്കെ തന്നെയാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാത്തതല്ല, മറ്റുള്ളവർക്ക് ഉള്ളതാണ് വിഷയം. മറ്റുള്ളവർക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നു, കിട്ടുന്നു. അത് കാണുമ്പോൾ നാം അസ്വസ്ഥരാകും. പ്രിയമുള്ളവരെ, എന്താണ് പിതാവ് മൂത്തമാരോട് പറഞ്ഞത്? നീ എന്തിനു പരിഭവിക്കുന്നു, പിണങ്ങുന്നു, പിറുപിറുക്കുന്നു, മത്സരിക്കുന്നു? നീ എന്തുകൊണ്ട് എന്നോട് നീ ഇങ്ങനെ കഠിനമായി വിദ്വേഷത്തോടെ ഇടപെടുന്നു? എന്റേതല്ലോ നിന്റേതല്ലോ എന്നാണ് അത്ര പറഞ്ഞത്. ഇളയ മകനെ തിരിച്ചെടുത്തതേ ഉള്ളൂ. കൃപയുടെ എത്ര വലിയ പ്രദർശനമാണ്, ദൈവസ്നേഹത്തിന് എത്ര വലിയ പ്രദർശനമാണ്. ഏത് പാപിയെയും കൃപ സ്വീകരിക്കുന്നു. എല്ലാ ലംഘനങ്ങളെയും ഈ കൃപയിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന സ്നേഹം മൂടുന്നു. ഈ കൃപയുടെ സ്നേഹത്തിന് ആർദ്രതയ്ക്ക് പ്രിയമുള്ളവരെ ലംഘനങ്ങളെ വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. ആ ദൈവസ്നേഹത്തിൽ സകല ദോഷത്തിന്റെയും കണക്കുകൾ നാം അടച്ചു സൂക്ഷിച്ചു വെക്കുന്നു, ഒന്നും പരസ്യപ്പെടുത്തത്തില്ല. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നമുക്ക് കൃപയുടെ സഹായികളായി തീരാം. നമ്മുടെ ലൈഫിൽ കൃപയുടെ സ്വാധീനം വർദ്ധിക്കട്ടെ. എന്താണ് ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ സംഭവിച്ചത്? ഇത്രയും ദൂരത്ത് ജീവിച്ചവൻ അകത്തു വരികയും കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അകത്ത് നിന്നവൻ പുറത്തു പോവുകയും ചെയ്തു. ഇത്രയും അകലത്തിൽ താമസിച്ചവന് ആ വീട്ടിലേക്കുള്ള ദൂരം കുറഞ്ഞു. ഈ പിതാവിനോട് ഏറ്റവും
അടുത്ത് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി സഹകരിച്ച മൂത്ത മകന് സ്വന്തം ഭവനത്തിലേക്കുള്ള അകലം കൂടി. അവിടെ എഴുതിയിരിക്കുന്നു, വീട്ടിലോട്ട് തിരിച്ചു വരുവാൻ മനസ്സില്ലാതെ താൻ എത്ര നിർബന്ധിച്ചിട്ടും വീട്ടിനുള്ളിലേക്ക് കയറാതെ അപ്പനോട് കയർത്തു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് കൃപയുടെ വലിയ മാഹാത്മ്യം. ആ ക്ഷമ എന്ന് പറഞ്ഞ പോലെ ദീർഘക്ഷമ വെളിപ്പെടുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഇങ്ങനെ കൃപയുടെ ആനുകൂല്യം ലഭിച്ചവരാണ്. നാം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടോ സ്വഭാവം കൊണ്ടോ സാക്ഷ്യം കൊണ്ടോ മുൻകാല ചരിത്രങ്ങൾ കൊണ്ടൊന്നും ഈ കൃപയ്ക്ക് അർഹരല്ലായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. എനിക്കത് പറയാൻ കാരണമുണ്ട്. തിമോഥെയോസ് ലേഖനത്തിലൊക്കെ പൗലോസ് വീണ്ടും തന്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച്, ഇന്നലെ താൻ പിന്നിട്ട വഴികളെ കുറിച്ച് താൻ തിമോഥെയോസിനോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇന്നലകളിൽ ഞാൻ ഈ സുവിശേഷത്തിന് ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു, കൊലപാതകയായിരുന്നു, പീഡിപ്പിക്കുന്നവനായിരുന്നു, ഈ സഭയെ നശിപ്പിച്ചു കളയുവാൻ അധികാരപത്രമുള്ളവനായിരുന്നു, നസ്രായ മാർഗത്തെ കുഴിച്ചു മൂടണം എന്ന ആഗ്രഹത്തോടെ യെരൂശലേമിൽ തുടങ്ങി ഡമാസ്കസിലേക്ക് ഞാൻ പ്രയാണം ചെയ്തപ്പോഴാണ് ദൈവം എന്നെ സന്ദർശിച്ചത്. അത് ഇന്നലകളിൽ ഞാൻ അറിയാതെ ചെയ്തു. ദൈവം എന്നോട് കരുണ കാണിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ, സകല മനുഷ്യർക്കും ആവശ്യമായിരിക്കുന്ന ദൈവകൃപ. നാം ഇന്നലെ ചിന്തിച്ചത് ആ ദൈവകൃപ നമ്മളിൽ ഉദിച്ചു വന്നാണ്. ഏത് മനുഷ്യന് സത്യത്തിൽ പരിജ്ഞാനം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതെ, നമ്മുടെ അവസരമാണ്, നിങ്ങളുടെ അവസരമാണ്. അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്, ഒരിക്കലും എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി തീർന്നിട്ട്. എന്നാണ് ഇതിന്റെ വ്യത്യാസം. മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, അത് നിമിത്തം നിയമം വന്നു, കൽപ്പന വന്നു, ലംഘനങ്ങൾ വന്നു, ശിക്ഷാവിധി വന്നു. പക്ഷേ കൃപയുടെ പ്രമാണം വന്നപ്പോൾ ഒരു പുതിയ പ്രമാണമാണ്, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം വന്നു. കൽപ്പനകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് കഴിയില്ലാതിരുന്നപ്പോൾ ഒരു പുതിയ പ്രമാണം എന്നെ തേടി വന്നു. അത് കൃപയുടെ പ്രമാണമാണ്. അത് ബുദ്ധിയുടെ പ്രമാണമല്ല, പാപത്തിന്റെ പ്രമാണമല്ല, മരണത്തിന്റെ പ്രമാണമല്ല, ന്യായപ്രമാണമല്ല. അത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. അതെന്നെ ജീവിപ്പിക്കുന്നതാണ്, അതെന്നെ നിത്യജീവനിലേക്ക് നടത്തുന്നതാണ്, അത് നിത്യതയിൽ എന്നെ കൊണ്ട് എത്തിക്കുന്നതാണ്. പ്രിയരെ, ഈ ദൂതുകൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വളരെ ആശ്വാസകരമായി തീരട്ടെ. പൗലോസ് കണ്ടെത്തിയത് ആ കൃപയുടെ ജീവിതമാണ്. ന്യായപ്രമാണത്തിന് കീഴിൽ താൻ വിളിച്ചു പറയുന്നത്, നിലവിളിക്കുന്നത്, അയ്യോ അയ്യോ, ഒരു നിലവിളിയോടുകൂടി താൻ ഇങ്ങനെ പറയുന്നു, അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ അവയവങ്ങളിൽ പാപം ഇപ്പോഴും ഞാൻ കാണുന്നു. കാരണം എന്നെ സഹായിക്കുവാൻ കൽപ്പനകൾക്ക് കഴിയുന്നില്ല, നിയമങ്ങൾ കഴിയത്തില്ല. നിയമങ്ങൾ എന്നെ നല്ല മനുഷ്യരാക്കി തീർക്കുവാൻ ഒരു പരിശ്രമം നടത്താൻ മാത്രമേ കഴിയത്തുള്ളൂ. നിയമം ഉണ്ടായിട്ട് നാം തെറ്റുകൾ ചെയ്യുന്നില്ല, തെറ്റിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ പോലീസും കോടതിയും ജുഡീഷ്യറിയും അറ്റോർണിയും നിയമപാലകരും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അവരെയൊക്കെ ഭയമാണ്. നിങ്ങൾ അതൊന്നും ഇല്ലാത്തൊരു ലോകം ചിന്തിച്ചു നോക്കി, ഈ സമൂഹം എന്തോ ആയി തീർന്നേന്. ഇന്നത്തെ നിയമവും നല്ല ഭരണഘടനയും നല്ല പോലീസിങ്ങും അപ്പോൾ തന്നെ ശക്തമായ ജുഡീഷ്യറിയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇന്നത്തെ ഈ കുത്തഴിഞ്ഞ സംസ്കാരരഹിതമായ ധാർമ്മികതയുള്ള അസാൻമാർഗീയത കൊടികുത്തി വാഴുന്ന നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിലും പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നിയമം ഉണ്ടാകൊണ്ടോ അല്ലെങ്കിൽ നിയമപാലകർ ഉണ്ടായിട്ടല്ല നാം നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ തുടരുന്നത്. ഇത് സ്നേഹത്തിന്റെ പ്രമാണമാണ്. നിയമങ്ങളും പ്രകാരമുള്ള സംവിധാനങ്ങളൊക്കെ ലോകമനുഷ്യരെ നന്നാക്കട്ടെ. പക്ഷെ എന്നെ കർത്താവിനെ പോലെ ആക്കുന്നത് ഈ ജീവന്റെ പ്രമാണമാണ്. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ എഴുതിയ പുതിയ നിയമത്തിന്റെ പ്രമാണമാണ്. അത് കൃപയുടെ പ്രമാണമാണ്. അവിടെ നമ്മൾക്കും നിശ്ചയത്തിന് പ്രഖ്യാപിക്കാൻ കഴിയും, ഞാൻ ആകുന്നത് കൃപയാലാണ്. അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഇന്നലകളിൽ ഞാൻ എന്റെ ജീവിതം ഒരു പാപിയായിരുന്നെങ്കിൽ ഇന്ന് കൃപയാൽ ഞാൻ വിശുദ്ധനായി തീർന്നിരിക്കുന്നു. ഞാൻ ഇന്ന് അപ്പോസ്തലനും പ്രസംഗിയും ഉപദേഷ്ടാവുമായി മാറിയിരിക്കുന്നു. പ്രിയരെ, പ്രകാരം ഒരു ട്രാൻസിഷൻ, പ്രകാരം ഒരു ഷിഫ്റ്റ് നമ്മുടെ ലൈഫിലും. നമ്മുടെ ഇന്നലകളിൽ നാം പാപികളായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അവിടുന്ന് ക്രിസ്തു നമ്മെ ജീവിപ്പിച്ചു എന്നല്ല, അവിടെ ദൈവം നമ്മളെ ഉയർപ്പിച്ചു. ആ പാപത്തിന്റെ സകല സ്വാധീന ശക്തിയിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുത്തു. ഇന്ന് നമ്മൾ പുത്രന്മാരാക്കി തീർത്തു, വിശുദ്ധന്മാരാക്കി ദൈവം തീർത്തു, നീതിമാന്മാരാക്കി തീർത്തു. നാളെ എന്നെയും നിങ്ങളെയും അവനെ പോലാക്കി തീർക്കും. അതാണ് കൃപ നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ നാം കേട്ടത്, കൃപ നമ്മെ സൂക്ഷിച്ച് വളർത്തുന്നത്, ക്രിസ്തുവിനെ പോലാക്കി തീർക്കും. അവസാന ദിവസം കാഹളധ്വനിയിൽ, എൻഡ് ഓഫ് ദി ഡേയിൽ, ഉൾപ്രാവണ ദിവസം നാം മരണം കാണാതെ കർത്താവ് വരെ എടുക്കപ്പെടുകയാണെങ്കിൽ നാം അവനെ പോലെ നാം ആയിത്തീരും. അതാണ് നമ്മുടെ പ്രത്യാശ. നമുക്കും അപ്പോസ്തലനെ പോലെ ചേർന്ന് പറയാം, ഞാൻ ആകുന്നത് കൃപയാലാകും. ഈ കൃപയുടെ മാഹാത്മ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.